Hey, what's up guys, it's me Joby here. Welcome back to our channel. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്ന് പെറ്റ്സിൻ്റെ പ്രാവിൻ്റെ വീഡിയോ ഒന്നല്ല, ഇന്ന് ആക്ച്വലി ചെടിയുടെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ ഇനി അടുത്ത വീണ്ടും പ്രാവിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ ആരും ചാനലൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. പ്രാവിൻ്റെ വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാം. നമ്മൾ ലോഫ്റ്റ് വിസിറ്റൊക്കെ വീണ്ടും അടുത്ത നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മീൻസ് അടുത്ത ലോഫ്റ്റ് വിസിറ്റ് വീഡിയോസൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാണ്ടതാണ്. പിന്നെ ഇന്ന് ചെടിയുടെ വീഡിയോസ് ആക്ച്വലി നമ്മളൊരു ഇപ്പോൾ ഇതെൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെടി ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് ചെടിയെ കാണിച്ചു കൊടുത്താലും അല്ലാന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചാലും അത് കറക്റ്റായിട്ടൊരു ഇത് കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്ത് അതിന് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോ അമ്മയെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. സോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളും പറയട്ടെ. അതുകൊണ്ട് ഞാൻ ടേക്ക് ചെയ്തത് ചെടിയൊക്കെ വാടിപ്പോകാതെ എല്ലാം ക്ലിയറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റും ആക്ച്വലി ഫുള്ള് ചെടിയാണ്. വീട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, ആ രീതിയിൽ ചെടിയാണ്. എന്നിട്ട് നമുക്ക് പ്രാവിനെ പറത്തി വെട്ടിടാൻ പറ്റാത്തതും ഈ ചെടികൾ ഓവറായത് കൊണ്ടാണ്. എന്നിട്ട് ഫുള്ള് ചെടിയായതുകൊണ്ട് നമുക്ക് തറയിൽ പ്രാവിന് വിടാൻ പറ്റില്ല. നമുക്ക് പ്രാവിന് വേണ്ടി കൂട് തന്നിട്ടുണ്ട്. ആ കൂട്ടിനകത്ത് പ്രാവിനെ വളർത്തിക്കൊള്ളു. പുറത്തിറക്കി പ്രാവിനെ പറത്താൻ ഇതിനൊന്നുള്ള ഒരു ഏരിയ നമുക്ക് തന്നിട്ടില്ല. നമ്മളെ ഏരിയ നല്ല ഫുൾ ഓപ്പണായിട്ടുള്ള ഏരിയയാണ്. പക്ഷേ നമുക്ക് പ്രാവിനെ പറത്തി ഇറക്കാൻ വേണ്ടിയുള്ള ഏരിയ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെടികൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് പറഞ്ഞത്. ഞാൻ ഓരോ ചെടിയായിട്ട് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. ഫുള്ള് ചെടിയാണ്. എന്നിട്ട് ചെടി എന്നിട്ടായിട്ട് കാർ പാർക്കിങ്ങിൻ്റെ അകത്തും ഫുള്ള് ചെടിയാണ്. കാർ കൊണ്ടുവന്ന് റോഡിൽ ഇട്ടിട്ടുണ്ട്. കാർ പുറത്തിട്ടിട്ട് ഫുള്ള് ചെടിയാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് തട്ടിന് വരെ ഒന്ന് തുടങ്ങാം. ഓരോ ചെടിയായിട്ട് ഞാൻ കാണിച്ചു തരാം. തട്ടിനകത്ത് ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഓർക്കിഡ് ഐറ്റംസാണ്. എല്ലാം കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് ഫുള്ള് ഓർക്കിഡ് തൊണ്ടിൽ സെറ്റാക്കി കെട്ടിയിരിക്കുകയാണ്. നല്ല വെളിച്ചം ഇച്ചിരി കുറവാണ്. ഓക്കെ, ഇങ്ങനെ കയറി വരുമ്പോൾ നെക്സ്റ്റ് ഇതിൽ നിങ്ങളുടെ അടുത്തുള്ള ചെടികളൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എനിക്കിവിടെ ഉള്ളതിൽ അടിപൊളിയായിട്ട് ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഫുള്ള് ഇങ്ങനെ നിറഞ്ഞ് വരുമ്പോൾ സൂപ്പറായിട്ട് റോസ പോലെ. ഇത് ഇലയാണ്. ഫുള്ള് ഇല ഇങ്ങനെ കവർ ചെയ്ത് നിറഞ്ഞ് വരണത്. ഓക്കെ, അതേപോലെ നമ്മുടെ കോട്ടൺ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയണം. കോട്ടൺ പ്ലാന്റ്സ്, കടലാസ് ചെടി. ഇതൊക്കെ കടലാസ് ചെടി, മഞ്ഞ കളർ. ഇങ്ങോട്ട് പോയി കാണിച്ചില്ല. നമ്മുടെ ചേന ഇല പോലത്തെ വരണമുണ്ടല്ലോ, അതാണ്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ പേരുകൾ അങ്ങനെയുള്ളത് എനിക്കറിയാൻ പാടില്ല. ഇത് മറ്റേ ഓർക്കിഡ് മറ്റേ കിഴങ്ങ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആവണമെന്നറിയില്ല. നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗി ക്യാമറ ഉണ്ടെന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇതെല്ലാം ഒരേ വെറൈറ്റിയാണ്. സെയിം ഈ ഇല, ഇത് അതിനത് ഈ ഇല, അതേപോലെ ഇത് ചെറുത്, ഇതിൻ്റെ ഇത് വലുത്, ഇത് ചെറിയ ഇല പറഞ്ഞത്. ഇതൊക്കെ അങ്ങനെ ഓരോ വെറൈറ്റി. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ പേരുള്ളതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതേപോലെ വാഴ, ഈ സാധനം, ഇത് കാണാൻ വാഴയുടെ ഇല പോലെയൊക്കെ ഇരിക്കുന്നത്. ഇതും അതേപോലെ തന്നെ ഈ ഇല വരണത്, ഇത് പിന്നെ ഈ ഇല വരണത്, ഇതൊക്കെ വേറെ ഒരുപാട് ഇരിപ്പുണ്ട് കാണിച്ചാൽ. വേണ്ട, ഇത് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. സെയിലാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെടികളാണ്. ഈ ഇല ഇതെല്ലാം ഒരു വെറൈറ്റിയിലുള്ള ഇലയാണ്. ഇത് വേറെ
ഇതെല്ലാം ഒരേ പ്ലാൻ തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് വരണതാണ്. നമ്മൾ മാറ്റി അതായത് ഇതും റെഡിയായി വരണം. ഇതെല്ലാം സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം സെയിലിനുള്ളതാണ്. ഇതാ താഴെ ഇരിക്കുന്നു. ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് സ്പേസ് കുറവാണെങ്കിലും ചെടികൾ കൂടുതൽ വയ്ക്കാനുള്ള ഒരു രീതിയിൽ ഐഡിയ സെറ്റ് ചെയ്ത് റെഡിയാക്കിയതാണ്. നമ്മളെ ഏരിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് തോന്നി നിൽക്കുന്നത്. ഇതും സെയിലിനുള്ള തന്നെ. ഇത് വെള്ള കളർ ഒരു പൂ വരും ഇതിൽ, സൂപ്പറായിട്ട്. വെള്ളക്ക പൂ വരും ഇല്ല ഇത് ഇങ്ങനെ നിറഞ്ഞ് ഫുള്ള് ചെടി ഇങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞ് ഇതേപോലെ നിൽക്കും. കാണാൻ സൂപ്പറായിട്ട് ഇരിക്കും. വേറെ ഫുള്ള് നിറഞ്ഞ് തുറന്നെടുത്ത് ഇതാണ്ട വേറെ ലെവലില്ലേ, സൂപ്പറായിരിക്കും. അടിപൊളിയായിട്ട് നിറഞ്ഞ് ചെടിയൊക്കെ നിറഞ്ഞ് ഫുള്ള് ഇതായിട്ട് വരും. അതിൻ്റെ നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള ഫുള്ള് ഇതൊക്കെ സെയിലിനുള്ള തന്നെ. അതേപോലെ പിന്നെ ഉള്ളത് ഇതൊക്കെ എന്താ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. പക്ഷേ ഇതിലും ഇപ്പോൾ കാണുമ്പോൾ എല്ലാം ഒരേപോലെ അല്ല ഇരിക്കുന്നത്. ഇതിലും പല വെറൈറ്റീസ് ഉണ്ട്. ഇത് വന്നിട്ട് ചെറിയ ഇല പറഞ്ഞതാണ്, കണ്ടോ എല്ലാം ചെറുതാണ്. ഇതൊരു വെറൈറ്റിയാണ്, ചെറിയ ഇല പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ സൈസുള്ള ഇല പറഞ്ഞതാണ്, ഒരു പൊടിക്ക് കൂടെ സൈസുള്ളൂ. പക്ഷേ ഇത് സൂപ്പറാണ് കാണാൻ. കണ്ടോ ഒരു ചെടി എന്നിട്ട് അതേപോലെ ഡിസൈൻ ഇല്ലാത്തത് ഇത് കുറേ കൂടെ വലിയ ഇല ഉണ്ടോ. ഈ രണ്ട് ഇലയുടെ ഡിഫറെൻറ്റ് സൈസ് വാങ്ങിക്കാതെ സൈസ് നോക്കാൻ മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ പേരുകളും ബാക്കിയുള്ളതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് പേരുകളൊന്നും പറയാത്തത്. അമ്മയോട് ചോദിച്ചല്ലോ. ഇത് നമ്മുടെ ബനിയൻ ട്രീ ഇല്ലേ, ബനിയൻ പ്ലാന്റ്, മറ്റേ വേരുകൾ ഫുള്ള് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഉണ്ടോ വേരുകളൊക്കെ അതേപോലെ വേരുകൾ. പിന്നെ എന്നാ ഇത് അടിപൊളി ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ പൂവ് കളറ് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വൈറ്റ് കൊണ്ടുവന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ കറക്റ്റായിട്ട്, പക്ഷേ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ക്ലിയർ ആണോ ഇല്ലെന്നുള്ളത് അറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതായത് ഒരിക്കലും ക്യാമറയിൽ വെച്ചാൽ കിട്ടില്ല. ഇത് അതേപോലെ മഞ്ഞ ഓർക്കിഡ്, അയ്യോ അത് ഒരു പൂ പോയി. മഞ്ഞ ഓർക്കിഡ് ഇതൊക്കെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി നമ്മൾ ക്യാമറയിൽ കൂടെ കാണാൻ കിട്ടില്ല. ഇത് മറ്റേ പുളിപ്പുള്ള ഒരു പൂവുള്ള ഒരു സാധനമാണ്, എൻ്റെ പേരും അറിയില്ല. പണ്ടേ ഉണ്ട് വീട്ടിൽ മുതലേ. അതേപോലെ നമ്മുടെ മുളച്ചെടിയാണ്. മഴ പെയ്യുന്നുണ്ട്, ഇവിടെ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നെറ്റുള്ളതുകൊണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഈ ചെടി എനിക്കിഷ്ടമാണ്. കാണാൻ ഒരു വെറൈറ്റി ഇല്ലേ, ഭംഗിയല്ലേ, സൂപ്പറല്ലേ കാണാൻ. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാൻ സൂപ്പറായിരിക്കും. അടുത്തത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൽ വേറൊരു വെറൈറ്റിയാണ്. എൻ്റെയൊക്കെ പേരുള്ള അമ്മയോട് ചോദിച്ചാൽ അറിയാവും. അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് നമ്മൾ ചാനലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ ഇതും സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണെന്ന് തോന്നുന്നു ഈ പ്ലാന്റിൻ്റെ ചെറുത്. ഈ പ്ലാന്റിൻ്റെ തൈകളാണ് ഇത്. അതേപോലെ ഇതൊരു വെറൈറ്റി കൊള്ളാം. ഈ ചെടി ചുവല്ല ഒരു ചെറിയ പൂവൊക്കെ ആയിട്ട് പറഞ്ഞ ഇതിൽ. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ മുള്ള ചെടി ഉണ്ടല്ലോ, അതിൻ്റെ കുറേ തൈകളുണ്ടൊക്കെ ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ ക്യാമറ ഈ ഗ്രീന് ഓവർ നെറ്റ് കിടക്കണമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചം ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് വരികയാണ്. ഇത് നമ്മുടെ അഡീനിയം അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. കുറേ പേർക്ക് കണ്ടിട്ടുണ്ട്. ഇതേപോലെ കുറേ ഉണ്ട്. താഴെ നല്ല അടിപൊളിയായിട്ട് ബോൺസായി പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ താഴെ പോയിട്ട് കാണിച്ചു തരാം. ഇതിൽ ഒക്കെ ഇപ്പോൾ ചെറിയ ഇതൊക്കെ ആയിട്ടുള്ളത്, അതായത് വേരൊക്കെ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ അടിപൊളിയായിട്ട് 10 ഇരട്ടി അങ്ങനെ സൂപ്പറായിട്ടാണ് താഴത്തതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. നമുക്ക് താഴെ പോയി കാണിച്ചു തരാം. അടുത്തത് നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നതിൻ്റെ വേറെ വെറൈറ്റീസാണ്.
എന്താ ഈ ഇല കണ്ടോ, ഒരു ഡിസൈന്, അത് വേറൊരു ഡിസൈന്, ഈ ഇല വേറൊരു ഡിസൈന്. ഈ ഇലയും കാണാൻ ഒരേപോലെ ഇരിക്കും, പക്ഷേ രണ്ട് ഡിസൈനാണ്. സൈസിലും വ്യത്യാസമുണ്ട്, അതിൻ്റെ കമ്പിലും വ്യത്യാസമുണ്ട്. കമ്പൊക്കെ ഇതിലൊരു പച്ച കളർ, അതിലൊരു ചുവപ്പ് കളർ. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. അതേപോലെ ഇത് വേറൊരു ഡിസൈനാണ്. ഇത് ഒരു കമ്പിൽ തന്നെ കുറേ ഇലകൾ വരും, കണ്ട കാണാൻ ഒരേപോലെയൊക്കെ ഇരിക്കില്ല, പക്ഷേ ഇതിൽ വേറെ ഡിഫറെൻ്റാണ്. ഇതിൽ ഒറ്റ ഇല അരി. പിന്നെ ഇത് വേറൊരു ഡിസൈനാണ്. അങ്ങനെ ഓരോ വ്യത്യസ്ത ചെടികൾ ആണ് എല്ലാം. ഐ തിങ്ക് സോ. ഓക്കെ, ഇതോ കരിക്കണല്ലേ, അതിൻ്റെയൊക്കെ വേറൊരു ഡിസൈൻ. അത് ഇരിക്കുന്ന പ്ലാന്റ് എന്താ, ഇത് വേറൊരു ഡിസൈൻ, ഇത് വേറൊരു ഡിസൈൻ. ഐ തിങ്ക് സോ ഇതൊക്കെ വേറൊരു ഡിസൈനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതും എല്ലാം ഒരേ സാധനം തന്നെ. ഇത് വേറെ തൈയാണ് നട്ടു വച്ചിരിക്കുന്നത്. ഇത് വേറൊരു തൈ. അടുത്ത് നമുക്ക് നെക്സ്റ്റ് പ്ലാനിലേക്ക് പോവാം. ഇത് കൊള്ളാം, സൂപ്പർ അല്ലേ, പൂവാണേ, വേറെല്ലേ. എന്നിട്ട് വെള്ളയും ചുവപ്പൊക്കെ ചേർന്നൊരു മിക്സ് ചെയ്ത് അങ്ങനെ. അടുത്ത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നമ്മളെ ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ സീരിയസ്ലി അടിപൊളി സാധനമാണ്. എന്നിട്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തോട്ടത്തിലൊക്കെ നട്ടു വയ്ക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. പിന്നെ എല്ലാ ചെടികളും കൂടെയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഇതായിട്ട് ഇതിനെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അരക്കി ചെറിയ ഇതാക്കിയിട്ട് ഒരു ചെടിച്ചട്ടിയിൽ നമ്മളെ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വരുന്നത് അടിപൊളിയാണ്. നമ്മുടെ കടലാസ് ചെടി അപ്പുറ സൈഡിലോട്ടാണ് പൂത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റില്ല, അതാ ഒരു പൂവ് അവിടെ ഇരിക്കുന്നത്. കടലാസ് ചെടിയെല്ലാം അപ്പുറ സൈഡിലോട്ടാണ് പൂത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഒരു ഇതില്ല. വേറൊരു വെറൈറ്റി കടലാസ് ചെടി കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ആക്ച്വലി കാണുമ്പോൾ വെള്ള പോലെ ഇരിക്കും, പക്ഷേ ക്യാമറയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. വെള്ളയുടെ തുമ്പറ്റത് ചെറിയൊരു പിങ്ക് കളറൊക്കെ കൊടുത്ത് ഒരു കൊള്ളാം, കാണാൻ സൂപ്പറായിട്ടിരിക്കണം. അതൊരു കടലാസ് ചെടിയാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് ഇസഡ് പ്ലാന്റ് അല്ലേ, ഇതല്ലേ ഇസഡ് പ്ലാന്റ്. എന്തായാലും ഇത് വേറൊരു വെറൈറ്റിയാണ്. അതേപോലെ കുറച്ച് ഓർക്കിഡ് അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ വേണ്ടല്ലോ, അത് നമ്മൾ എല്ലാവരും അറിയാമെന്നുള്ളതാണ്. പിന്നെ പൂക്കളൊന്നുമില്ല ഇപ്പം, നമ്മളതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് എനിക്ക് കുഴപ്പമില്ല, കാണാൻ കൊള്ളാം, സൂപ്പറാണ്. അങ്ങോട്ട് പോകാൻ വഴിയില്ല, നമുക്ക് അപ്പുറത്തൂടെ പോകാം. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ചതില്ലേ ആ ചെടിയാണ് നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെടിയാണ് ചെടി. ഇതൊക്കെ ഇതുപോലെ കാട്ടിലെ ചെടിയാണോ അതോ ചെടിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കാണാൻ കൊള്ളാം, പൂക്കളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ഇതേപോലത്തെ പൂ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ പൂ കണ്ടിട്ടില്ല. ഓക്കെ, അത് ഇതില്ലേ ഈ ചെടിയിൽ തന്നെ വേറെ വെറൈറ്റി ചെയ്യുന്നത് ഇതാണെന്ന് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഇതെന്താണ്, ഇത് കുരുമുളകല്ല, കുരുമുളക് തന്നെ ഇതിലേക്ക് ഇരിക്കുന്നു, പക്ഷേ വേറെ ഏതോ ഡിസൈൻ ആണ്. കൊള്ളാം, വേറൊരു ഡിഫറെൻ്റ് ചെടിയാണെന്ന് തോന്നുന്നു. കുരുമുളകല്ല, എന്തായാലും ആളെ പറ്റിച്ചത് കുരുമുളകല്ല. ഇത് പടന്ന് മൊത്തം ഓൾറെഡി ഇങ്ങനെ എത്തി, അടി കൂടെ ഒക്കെ ഇങ്ങനെ കയറി വന്നിരിക്കുന്നു. ഓക്കെ, ഇത് അടുത്തത് വീണ്ടും കോട്ടൺ പ്ലാന്റ്സ്. എനിക്ക് ഒരു ടൈമിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കോട്ടൺ പ്ലാന്റ്സൊക്കെ. വന്നിട്ട് നമ്മുടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അടുത്തിരിക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റിലൊക്കെ ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിളികളൊക്കെ വന്ന് കൂടെ വയ്ക്കും. ചെറിയ നമ്മുടെ തൂക്കണ കുരുവൊക്കെയില്ലേ, അതേപോലത്തെ സാധനങ്ങൾ വന്ന് കൂടെ വയ്ക്കാറ് കൊച്ചായിരുന്ന സമയത്ത്. നമ്മളത് ഫസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ നല്ല ഹൈറ്റൊക്കെ ആയിട്ട്. ആ കിളിയൊക്കെ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചെടിയെ. ഇപ്പോൾ എല്ലാം ചെറിയ ചെടികളേ ഉള്ളൂ, ഇതേപോലത്തെ ഈ ഒരു ഹൈറ്റിലൊക്കെ ആയതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ അടുത്തുണ്ടോ ഇതേപോലത്തെ ചെടിയുടെ? മിക്കടുത്ത് കാണും ഇതേപോലത്തെ കോട്ടൺ പ്ലാന്റ്സ്, സൂപ്പറായിട്ട്. പിന്നെ നെക്സ്റ്റ് റോസ് ഒരെണ്ണം പൂത്തിക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, കൊള്ളാം. റോസ അയ്യോ റോസ നിൽക്കുന്നു.
പിന്നെ ഈ ചെടി എനിക്ക് കൊള്ളാം, ഇഷ്ടമാണ്. അതിൻ്റെ പൂവ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും പൂവില്ല, പൂവുണ്ടായിരുന്നു കാണിച്ചു തരാം ആയിരുന്നു. പിന്നെ ഇത് മറ്റേ ചേമ്പൽ ഏതൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഒരു ഇലയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു, കാണാൻ കൊള്ളാം. അതേപോലെ വേറൊരു വെറൈറ്റി, അതും കൊള്ളാം, ഡിഫറെൻ്റ് ആയിരിക്കുന്നു. അത് രണ്ടും അല്ലാതെ വേറൊരു വെറൈറ്റി, ഇതൊരു നീളൻ ഇലയിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്, അതും ഡിഫറെൻ്റ് ആയിരിക്കുന്നു. അതേപോലെ ഇലയിൽ വേറെ ഡിസൈൻ കയറി വന്നിട്ടുള്ള ഒരെണ്ണമുണ്ടായിരുന്നല്ലോ, അതിൽ കൊള്ളാന്നുള്ള ഇലകളൊന്നും ഇല്ല, എല്ലാം പോയി. ഓക്കെ, അങ്ങനെ വെറൈറ്റികൾ നോക്കി നമ്മൾ ഇത് നമ്മൾ ആദ്യം കാണിച്ച ചെടികൾ വയ്ക്കാനുള്ള സെയിലിനുള്ളത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു വെറൈറ്റി ഉണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. എനിക്ക് വേറൊരു വേണ്ട കാണിച്ചു തരാം. വേറൊരു പല്ലൂരിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ മുളയാണ്, ചെടിയായിട്ടുള്ള മുളയാണ്. അത് മാവാണ്, ഒരു മാവ് നട്ടിരിക്കുന്നതാണ്. ഇത് ഇവിടെ ഒരു സീഡ് കടന്ന് നമ്മളെടുത്ത് അങ്ങനെ ചുമ്മാ വെച്ച് അങ്ങനെ അത് പൊടിച്ച് ഈ ഒരു കോലത്തായി നിൽക്കുകയാണ്. ഇനി ഇതിനെ കുഴിച്ചെവിടെയെങ്കിലും. പിന്നെ ഈ ചെടി എനിക്ക് ഇഷ്ടമാണ്. അത് പക്ഷേ അടുത്ത് പോയി കാണിച്ചത് കൊള്ളാം. ഇതൊക്കെ വന്നിട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറാണ്. അതിൻ്റെ ഇല കാണാൻ വേണ്ടി അതൊരു വെള്ളയും പച്ചയായിട്ടൊക്കെയുള്ള ഒരു കോമ്പിനേഷനിൽ സൂപ്പറായിട്ടിരിക്കും. അതേപോലെ ഇതൊരു ഇലയാണ് ഇതിൻ്റെ, പക്ഷേ ഇത് ഒരു റൗണ്ട് കമ്പ് പോലെ ഇരിക്കും. ഇലയാണ്, പക്ഷേ ഇല കാണാൻ നമുക്കൊരു കമ്പ് പോലെ തോന്നും. ഓക്കെ, അങ്ങനെ ഒരു വെറൈറ്റിയാണ്. അങ്ങനെ പല 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 ചെടികളാണ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ പേര് അറിയില്ല. ഇത് ഇപ്പോൾ നോക്കി വെച്ചിരുന്നോ, ഇതിലൊരു മഞ്ഞയും പച്ചയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ് ഈ ചെടി കിടക്കുന്നത്. ഞാൻ ഇതിൻ്റെ പച്ച മാത്രമായിട്ടുള്ളൊരു കോമ്പിനേഷനിലുള്ള ചെടിയും കൂടെ കാണിച്ചു തരാവുന്നതാണ്. കുറച്ചുകൂടെ കഴിയട്ടെ, താഴെ പോകണം. ഓക്കെ, ഇവിടെ മുകളിലുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇത് ഒരു ചെടി. അതേപോലെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൂ പോലെ ഇരിക്കും, പക്ഷേ ഇത് ഇലയാണ്. ആക്ച്വലി ഇതിൻ്റെ ഇലയാണ് നമുക്ക് കാണാൻ ഒരു പൂ പോലെ ഇരിക്കുന്നത്. ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള രീതിയിൽ സെറ്റാക്കിയിട്ടില്ല, പക്ഷേ അത്യാവശ്യം കുറച്ച് ചെടികൾ നമ്മുടെ അടുത്തുണ്ട്. ഇത് ഓൾറെഡി ഉണ്ട്, പണ്ടേ ഉള്ള ചെടികൾ തന്നെ. പക്ഷേ ഇത് പൊടിച്ച് കിട്ടാൻ ഇച്ചിരി പാടാണ്, നല്ല പണിയാണ് പൊടിച്ചെടുക്കണമെന്നല്ലേ. ഇത് കൊള്ളാം. ഔട്ടർ ലെയറിലൊരു വെള്ള കളറൊക്കെ കൊടുത്ത് ഒരു പടം വരച്ചതുപോലെ ഇരിക്കും ചെടിയിൽ ഇലയിൽ. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം എന്നുവെച്ചാൽ ഒരു ചുമ്മാ ഒരു ഒട്ടിച്ച് കാണിച്ചു തന്നു. ഏകദേശം വന്നിട്ട് നമ്മുടെ അടുത്തുള്ള ചെടികളിൽ ഒരു ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് എല്ലാ ചെടികളും ഒന്ന് കാണിച്ച്, അത് ഒരു നിലയിലുള്ളത്. ഇനി അടുത്ത നിലയിലോട്ട് പോകാൻ പോവുകയാണ്. ഇതും കൊള്ളാം, ചെടി ഇതും കൊള്ളാം. ഇത് ആക്ച്വലി നമ്മളെ പൈനാപ്പിൾ ചെടിയില്ലേ, ആ പൈനാപ്പിൾ ചെടിയാണ്. നമ്മളെ പൈനാപ്പിൾ ചെടിയുടെ ചെറിയ മോഡൽ വന്നിട്ട് മുള്ളൊക്കെ ഉണ്ട് ഇതിൽ ഫുള്ള്. ചെറിയ മോഡൽ വന്നിട്ട് ഡിസൈനിലൊക്കെ കയറി പറഞ്ഞതാണ്. കൊള്ളാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീടിൻ്റെ മുകളിലുള്ള ചെടികളും കൂടെ കാണിച്ചു തരാം. ഇത് ഇസഡ് പ്ലാന്റ്, ഇത് കാണിക്കാൻ പറ്റും. ഇസഡ് പ്ലാന്റിൻ്റെ ഒരു ഗ്രീൻ അല്ല, ഒരു ഡാർക്ക് പോലെയൊക്കെ വരണം കണ്ടിട്ട്. ഒരു ബ്ലാക്ക് കളറിലിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇസഡ് പ്ലാന്റൊക്കെ എന്ന് പറയുമ്പോൾ ഗ്രീന് ഇതാണെന്ന് തോന്നുന്നു. ഇസഡ് പ്ലാന്റ് എന്നാണ് പേരെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ വേറെ വെറൈറ്റിയും താഴെയുണ്ട്. ഇതൊരു ഡാർക്ക് നല്ല കടും വെച്ച ആ ഒരു വെറൈറ്റിയിലാണ് ഇല വരുന്നത്. അതേപോലെ ഇത് ലൈറ്റ് പച്ചയാണ്, പക്ഷേ ഇല ഭയങ്കര അടുക്കായിട്ട് വരും. ഇതിൻ്റെ വേറെ വെറൈറ്റി ഞാൻ താഴെ കാണിച്ചു തരാം. വേറെ ഉണ്ട് താഴെ. ഇതിപ്പോൾ വെളിച്ചം ആ സൈഡിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അപ്പുറ സൈഡിൽ നോക്കട്ടെ. എന്തായാലും കാണാൻ സൂപ്പറായിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇച്ചിരി കടും പച്ചയാണ്. അതേപോലെ അത് വന്നിട്ട് അടുക്കായിട്ട് പറഞ്ഞതാണ്, ഗ്രീന് അടുക്ക്. അതേപോലെ ഇതൊക്കെ ഇസഡ് പ്ലാന്റ്സ് ആണ്. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ അടുത്ത ഫ്ലോറിലേക്ക് പോവുകയാണ്. ഫ്ലോറിൽ പോയിട്ട് പിന്നെ താഴത്തെ ചെടികളും കൂടെ കാണിച്ചു. ഓക്കെ നമ്മൾ നേരത്തെ അപ്പുറ സൈഡിൽ നിന്ന് കടലാസ് ചെടി കാണിച്ചില്ലേ, ആ കടലാസ് ചെടിയാൽ മഞ്ഞയാണ് തോന്നിക്കുന്നത്. ഇത് വന്നിട്ട് മഞ്ഞ. നമ്മൾ നേരത്തെ കാണിച്ച സമയത്ത് നമുക്ക് അപ്പുറ സൈഡിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ഭംഗി മനസ്സിലായിട്ടില്ല. ഇപ്പുറ സൈഡിൽ നോക്കാൻ പറ്റും. പിന്നെ ക്യാമറയിൽ എത്രത്തോളം ഭംഗിയായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അതാണ് മഞ്ഞ കടലാസ് ചെടി. അതിൻ്റെ തൊട്ടടുത്ത് അത് കാണുന്നത് വെള്ളയിൽ തുമ്പറ്റത് മാത്രം പിങ്ക് വരുന്ന രീതിയിലുള്ള കടലാസ് ചെടിയാണ്. അതേപോലെ ഇവിടെ ഒരു പൂ ഇരിക്കണ്ട. ഇത് ആക്ച്വലി കടലാസ് ചെടി തന്നെ. അതിൽ ഒരു ഒറ്റ പൂവേ ഉള്ളൂ, പിങ്ക് കളറിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മുടെ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് ഞാൻ നട്ടതാണ്, ഇത് അമ്മയുടെ അല്ല, ഇത് ഞാൻ നട്ടതാണ്. ഞാൻ നട്ടെങ്കിലും സാധനം ടൈം എടുക്കുമല്ലോ. അതിന് ഡ്രാഗൺ ഫ്രൂട്ട് റെഡിയായി വരാൻ വേണ്ടി നല്ല ടൈം എടുക്കും. അത്യാവശ്യം
ഐ തിങ്ക് ഒരു 6-7 മാസം കൊണ്ട് ഈ ഒരു സൈസ് എത്തി എന്ന് എനിക്ക് തോന്നുന്നു. 6-7 കൂടുതലായി, ഒരു വർഷം കൊണ്ട് ഈ സൈസ് എത്തിക്കാം. ഓക്കെ, അതേപോലെ ഇത് നമ്മുടെ പ്രാവ് വന്നൊരു ബോക്സാണ്. അടുത്ത ചെടി നമ്മുടെ പ്രസൻറ്റേഷൻ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, വൻ ദുരന്തമാണോ എങ്ങനെയാണെന്ന് അറിയില്ല. വന്നിട്ട് സത്യം പറഞ്ഞാൽ പ്ലാന്റ്സിനെ കുറിച്ച് അറിഞ്ഞൂടാ, പ്ലാന്റ്സിൻ്റെ പേരുകൾ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. എന്തായാലും പ്രസൻറ്റേഷൻ എങ്ങനെയുണ്ടെന്ന് പറയുക. വൻ ബോറാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാതെ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അടുത്ത നെക്സ്റ്റ് പ്ലാന്റാണ്. ഇതിൽ തുമ്പറ്റത് ഒരു മുള്ളു പോലെ വരും, ഈ ഇലയുടെ തുമ്പറ്റത്. അതുകൊണ്ടൊരു കൊത്ത് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് കൊള്ളാം. അടുത്തത് ഇത് വേറൊരു പ്ലാന്റ്, അതേപോലെ നമ്മുടെ അടീനിയം, അതിൻ്റെ തൈകളാണ്. പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് സെയിലിനുള്ളത്. അടുത്തത് മറ്റേ 10 മണി, നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് 10 മണി. ചെറിയ പൂവൊക്കെ ആയിട്ട് അങ്ങനെ നിൽപ്പുണ്ട്. 10 മണിയാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. ഇതേപോലെ ഇവിടെ കുറേ ചെടികൾ ഇരിപ്പുണ്ട്, കുറേ ചെടികൾ തൂക്കിയിട്ടുണ്ട്, കുറേ ചെടികൾ സ്റ്റാൻഡിൽ ഇരിപ്പുണ്ട്. നമുക്ക് ഇത് ഈ ചെടി കൊള്ളാം, ഐ ലൈക്ക്. അതേപോലെ ഇതും കൊള്ളാം, വന്നിട്ട് ഇല കാണാൻ വെറൈറ്റി ഉണ്ട്. എനിക്ക് ഈ ഇലയിലൊരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ അങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇലയിലായാലും പൂവിലായാലും. ഇതാ ഇപ്പോൾ ഈ ചെടി കണ്ട, ഇതിൻ്റെ പൂവുണ്ട, ഒരു കോമ്പിനേഷൻ 2 കളറൊക്കെ ചേർത്തൊരു മിക്സ് ചെയ്ത് ഈ ഇല വേണ്ട, എന്നിട്ടൊരു വെറൈറ്റി ഇല്ല, എന്നിട്ടൊരു ആരോ എടുത്ത് പ്ലാസ്റ്റിക്കിൽ മടക്കി സെറ്റ് ചെയ്ത് വെച്ചൊരു ആർട്ടിഫിഷ്യൽ ചെടി പോലില്ലേ. എനിക്ക് ഇതേപോലത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മളെ കോഴിച്ചെടി അങ്ങനെ എന്തൊക്കെ പറയുക, കോഴിപ്പൂ അങ്ങനെ എന്താ പറയുക, ഐറ്റത്തിൽ വെറൈറ്റി ഉള്ള ഒരു വേറൊരു സാധനമാണ്. ഒരു ഡിഫറെൻറ്റ് കളറായിരിക്കുന്നു. അതേപോലെ എന്നെ പേരുകളറിയില്ല, പേരുകളറിയാന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, അമ്മ ഉള്ളൊരു ദിവസം അമ്മ വന്നിട്ട് ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ എല്ലാം കൂടുതലങ്ങ് മണ്ടലയിലാണ് നിൽക്കുന്നത്. മണ്ടയിൽ ഇങ്ങനെ നമുക്ക് കാണിച്ചെന്നാലും അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുകയില്ല. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഇത് കൊള്ളാം. ഇത് തെറ്റിപ്പോവല്ലേ, ഇതിൻ്റെ പേര് എനിക്കറിയാം. തെറ്റിപ്പൂ ചെമ്പരത്തി ചെടിയാണിത്. ഇത് ചെമ്പരത്തിയാണ്, ഇത് തെറ്റിയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒരു വെള്ള കയറിയിട്ട് വരുന്നത്. ഇത് വെറും ഗ്രീനായിട്ട് വരുന്ന ഒരു ഡിസൈനിലുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കോട്ടൺ പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിലും പല വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് കോമ്പിനേഷനിൽ. എന്താ ഇലയുടെ ഒരു ഡിസൈൻ നോക്കി നോക്കും, പ്ലെയിൻ ആയിട്ടുള്ള ഇലയാണ്. ഇത് നമ്മുടെ കടലാസ് അടിയാണ്, അതിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ്. ഇത് കൊള്ളാല പൂ. ക്യാമറയിൽ എത്രത്തോളം അടിപൊളിയാണെന്ന് അറിയില്ല. പൂവുള്ള ചെടി ഭയങ്കര വലുപ്പമുള്ളത്. ഓക്കെ, ഇവിടെ അങ്ങനെ വലിയതായിട്ട് കാണിക്കാനുള്ള ചെടികളൊന്നുമില്ല. നമ്മൾ അടീനിയോ പറഞ്ഞാൽ പുതിയത് പൂത്ത് വരണമുണ്ട്. പക്ഷേ ആ പൂവ് നമ്മളിലുള്ളതാണോ അതോ വേറെ പുതിയ ഐറ്റംസ് വല്ലതാണോ എന്നറിയില്ല. കണ്ടിട്ട് ഒരു കോമ്പിനേഷനിലുള്ള കളറാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം, പിന്നീട് പൂത്തതിന് ശേഷം നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ കടലാസെടി. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴെ പോകാം. താഴെ പോയി താഴത്തെ ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇത് നമ്മൾ ഒരു ടൈമിൽ ഭയങ്കര ടെൻറ്റിങ് ആയിട്ട് നിന്ന് പിന്നീട് അതിലെന്തോ അസുഖങ്ങൾ വരും മറ്റെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം കൂടെ വാരി പറക്കിയിട്ട് കത്തിച്ച ഒരു ഐറ്റമായിരുന്നു. നമ്മളല്ല കത്തിച്ചത്, എല്ലാവരും കത്തിച്ച് കളയണമെന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഐറ്റമായിരുന്നു. എന്തായാലും അതിലിപ്പോൾ ഒരു വെള്ള കളറിൽ കുറച്ച് പൂ നിൽക്കുന്നു, കാണാൻ കൊള്ളാം, സൂപ്പറാണ്. അതേപോലെ ഇത് വാട്ടർ പ്ലാന്റാണ്, വെള്ളത്തിൽ ആണ് ഇത് ചെടി നിൽക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. പിന്നെ അത് കുറച്ച് ഒരു തൊട്ടിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അത് മീനൊക്കെ ഇട്ടിട്ട് അങ്ങനെ വിട്ടിരുന്നെങ്കിൽ കുറേ കൂടെ സൂപ്പറായിരുന്നു. ഓക്കെ, താഴോട്ട് പോകാം. താഴെയാണ് അടുത്ത കുറേ ചെടികളൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, താഴോട്ട് പോയിട്ട് അടുത്ത വീഡിയോസ് എടുക്കാം. ഇത് നമ്മുടെ കാർ ഷെഡാണ്. കാർ ഷെഡിൻ്റെ മുകളിൽ മൊത്തം ഒരു മഞ്ഞ കളറിൽ പൂക്കൾ ഇതറി അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാവരുടെ കാണുമായിരിക്കും. പണ്ടത്തെ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിരുന്നു ഇത്. ഓക്കെ, അതേപോലെ എനിക്കിഷ്ടപ്പെട്ടതിൽ ഒരു ചെടി കൂടി ഇതാണ്. എന്നിട്ട് ഇത് ആക്ച്വലി പടർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അതങ്ങ് പടർന്ന് കയറിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ ഫുള്ള് ആ ഏരിയ മൊത്തം കവർ ചെയ്ത്
ചെടി വളർന്നു വരും. പക്ഷെ കാണാൻ ക്യൂട്ടാണ്, സൂപ്പറാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ വേറെ ഇനിയിപ്പോൾ ഏത് ചെടി പറയാൻ കൊള്ളാമെന്നുള്ളത്, ഇതും ഒരു ടൈമിൽ സൂപ്പറായിരുന്നു. എന്നിട്ട് ഫുള്ള് പച്ച കളറിലൊക്കെ കവർ ചെയ്ത് നമ്മൾ എവിടെ വിരിച്ചിട്ടല്ലോ അവിടെയൊക്കെ ഫുള്ള് കവർ ചെയ്ത് പറഞ്ഞ സെറ്റായി വരണം ഇത്. പിന്നെ ഇനി ഇപ്പോൾ സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റിയ ചെടികൾ ഏതൊക്കെയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടാം, എല്ലാ ചെടികളൊന്നും കാണിക്കാം. ആരൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ സെയിലിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത് തന്നെ, സെയിലിന് വേണ്ടി ഉണ്ട് വേറെ. ഓക്കെ, നമ്മുടെ കോട്ടൺ പ്ലാന്റ്സ്. നമ്മൾ ചെടികളൊക്കെ നടുന്നത് സാധാരണ ആൾക്കാർ നടുന്ന പോലെയല്ല, ഇച്ചിരി വെറൈറ്റി ഒക്കെ ആയിട്ട് തൊണ്ടും മരപ്പൊടി മണ്ണ് പിന്നെ എന്തൊക്കെയോ ഉണ്ട്, എന്നിട്ട് മുട്ടയുടെ തോടൊക്കെ ഇടും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നടന്നതാണ്. സോ ഇത്രയും സെറ്റാക്കി നട്ടത് കൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ ചെടികൾ അമ്മ നട്ട് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ആക്ച്വലി ഐ തിങ്ക് ഒരൈറ്റം ആണെന്ന് തോന്നുന്നു. ഒരൈറ്റത്തിൽ ഡിഫറെൻറ്റ് ഡിസൈനായിട്ട് വരുന്ന ഇലകളോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു വെറൈറ്റി ഇലയായിട്ട് വരുന്നതാണ്. പിന്നീട് പേരുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു പ്രാവശ്യം നോക്കാം, അമ്മയോട് ചോദിച്ചു നോക്കാം പേരുകളൊക്കെ ആയിട്ട്. ഇത് ആക്ച്വലി പപ്പ സെറ്റ് ചെയ്തതാണ്. വള്ളിച്ചെടികളൊക്കെ ഉണ്ടല്ലോ, ഈ വള്ളിച്ചെടികൾ പോലത്തെ ഐറ്റംസ് ഇപ്പോൾ ഇതേപോലെ വള്ളിച്ചെടികളൊക്കെ കറക്റ്റായിട്ട് പടർന്ന് കയറി പോകാൻ വേണ്ടിയായിട്ട് സെറ്റ് ചെയ്ത ഐറ്റംസാണ്. ഈ കയറ് അതേപോലെ കമ്പി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതേപോലെ പടർന്ന് കയറി കാണാമല്ലോ. ഇതേപോലെ ഇത് ഫുള്ള് ഇതിൻ്റെ അകത്ത് മറ്റേ സാധനമുണ്ട്, അതേപോലെ പടർന്ന് കയറി. ഇത് നമ്മുടെ കാർ ഷെഡാണ്. കാർ ഷെഡിൻ്റെ അകത്താണ് അമ്മ ചെടി വെച്ചത്. ഈ ഒട്ടകത്തിന് നമ്മൾ ശകലം സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കയറി പോകില്ല. അതേപോലെ ആദ്യം അമ്മ കുറേ ചെടികളോടെ സൈഡിൽ തൂക്കി, പിന്നെ അങ്ങ് ചെടിക്ക് അകത്തായിട്ട് കയറ്റി കാറങ്ങ് പുറത്തായി പോകും. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു കാർ വെച്ചിരുന്നത്. ഇപ്പം കാർ അങ്ങ് പുറത്ത് തോടങ്ങ് കണ്ട, എന്നിട്ട് ആ ഗേറ്റിൻ്റെ ഫ്രണ്ട് അമ്മ എടുത്ത്. എന്നാണ് ഞാൻ നേരത്തെ അവിടെ കാണിച്ചത് ആ സാധനം. അതിൻ്റെ ഒരു ഇപ്പം കാണാൻ കൊള്ളാമല്ലേ, സൂപ്പറല്ലേ. അതിൻ്റെ അതേ സെയിം പ്ലാന്റാണ്. നമുക്ക് അപ്പുറത്തോട്ട് പോയി കാണിച്ചു തരാൻ വേണ്ടി ഗ്യാപ്പില്ല. സോ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഓൾമോസ്റ്റ് ഏകദേശം ചെടികളും ആയെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ മുകളിലിരിക്കുന്നത് ഏകദേശം സെയിലൊക്കെ ഉള്ളതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് മുകളിലുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാം മദർ പ്ലാന്റോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇതെല്ലാം ഒരു കാട് പോലെ ഇപ്പം ഇങ്ങനെ അടുത്തടുത്ത് ചേർത്ത് ചെയ്യുന്നുണ്ട്. ഇത് കൊള്ളാം, പൂവ് ഒരു മഞ്ഞ കളർ പൂവിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കണം. അതേപോലെ ഇതിൻ്റെ ഈ മഞ്ഞ കളർ പൂവിൻ്റെ തന്നെ വേറെ വെറൈറ്റിയാണ് ഈ കാണുന്ന വെള്ള കളർ പൂ. കൊള്ളാം, സൂപ്പറല്ലേ ഈ വെള്ള കളർ പൂ. പിന്നെ ദൂരെ തെറ്റി നിൽക്കുന്നത് ഇത് കൊള്ളാം. തെറ്റി ഇതാ ഇവിടെ ഒരു തെറ്റിയുണ്ട്. നമുക്ക് സ്പീഡിൽ കാണാൻ ചെയ്ത് ഇച്ചിരി ഒന്ന് സ്ലോയിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ തള്ളി അങ്ങനെ പോയാലും കാണാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കാണുന്നതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇങ്ങനെ കിട്ടുന്നില്ല ക്യാമറയിൽ. നമ്മൾ തിരിച്ചു നോക്കണം. ഓക്കെ, ഒരു കാട്ടിലിരിക്കാൻ പോലെ ഇങ്ങനെ ക്യാമറയിൽ നോക്കാൻ പറ്റും. ഓക്കെ,
പിന്നെ എന്താ ഇത് പണ്ട് നമ്മളിത് കൊണ്ടായത് തന്നെ ഒരു നാട്ടപ്പൂ അങ്ങനെ എന്താണ് അതിൻ്റെ പേര് വരണത്. ആക്ച്വൽ നെയിം എനിക്ക് അറിഞ്ഞില്ല, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ജമന്തി ആയിട്ട് ജമന്തി. പിന്നെ 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 ഇവിടെ താഴെ കുറേ ഇസഡ് പ്ലാൻ ഉണ്ടായിരുന്നു, അത് ഇവിടെ പോയി ഇവിടെ. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ചെടികളും കാണിച്ചിട്ടുണ്ട്. ഇനി ഇസഡ് പ്ലാന്റ്സും അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഇസഡ് പ്ലാന്റ്സ് ഇവിടെ കാണാനില്ല. അപ്പോൾ ഇവിടെ നിന്നെടുത്ത് മാറ്റിക്കുന്നു, പക്ഷേ ട്രെയിൻ കൊണ്ടുവച്ചിട്ടുണ്ടോ. ഓക്കെ, അത് ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർ ഗുഡ് ബൈ.